ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബൈബിളിലെ പുതിയ നിയമത്തിലെ 4-ാം സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14 അധ്യായങ്ങൾ പൂർത്തിയാക്കി 15-ാം അധ്യായത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അതൊരു സെഗ്മെൻ്റായി എടുത്ത്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്, ശാഖകളിൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു എന്ന കർത്താവിൻ്റെ വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക മേഖലയിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കലാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ ചെയ്യുക. അത് വചനത്തിലൂടെയുള്ള വെട്ടിയൊരുക്കൽ എന്ന ടൈറ്റിൽ ഇട്ടുകൊണ്ടാണ് നമ്മൾ പഠിക്കാനായി ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്രകാരം ഒരു ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വചനം ഇപ്രകാരം പറയുന്നു: വചനത്തിലൂടെയുള്ള വെട്ടിയൊരുക്കൽ എപ്രകാരമാണ് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം ഈശോയുടെ വചനത്തിലൂടെയാണ് ശിഷ്യന്മാരെ വെട്ടിയൊരുക്കുന്നത് എന്ന് ഈ തിരുവചന ഭാഗം കൃത്യതയോടുകൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എപ്രകാരമാണ് ദൈവവിശ്വാസികളായ, ഒപ്പം ക്രിസ്തു വിശ്വാസികളായ ഞാനും നിങ്ങളും ശുദ്ധരാക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഇതൊരു വെട്ടിയൊരുക്കലിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്നാണ് യോഹന്നാൻ 15-ാം അധ്യായം 3-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ശുദ്ധരാകേണ്ടിയിരിക്കുന്നു. ശുദ്ധി ഉള്ളവരാകുക എന്ന് പറഞ്ഞാൽ വെട്ടിയൊരുക്കപ്പെടുക എന്നാണ് കൃത്യതയോടുകൂടെ ദൈവവചനം നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുക. അതുകൊണ്ട് തന്നെയും വെട്ടിയൊരുക്കൽ വിശുദ്ധീകരണമാണ്. നമ്മളൊക്കെ വിശുദ്ധി ആഗ്രഹിക്കുന്നവരാണ്. വിശുദ്ധിയോടുകൂടെ ജീവിച്ചാൽ സ്വർഗത്തിലെത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള ആഗ്രഹത്തോട് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. എങ്ങനെയാണ് ഈ വിശുദ്ധീകരണം സാധിക്കുന്നത്? അത് വെട്ടിയൊരുക്കപ്പെടലിലൂടെയാണ്. വെട്ടിയൊരുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ത്യാഗങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടിയിരിക്കുന്നു. നമുക്കിഷ്ടമുള്ള ചില കാര്യങ്ങളെയൊക്കെ ഒരിക്കൽ ഒരു പക്ഷേ വെട്ടിമാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാലോ, തേയില ചെടികളും കാപ്പി ചെടികളും ഒക്കെ കൂടുതൽ കായ്ക്കാൻ വേണ്ടിയിട്ട് കർഷകർ വെട്ടിയൊരുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. നല്ല ചെടികളൊക്കെ നമ്മൾ മുറ്റത്ത് വെച്ച് പിടിപ്പിച്ചാൽ അവ കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, തഴച്ചു വളരാൻ വേണ്ടി അതിൻ്റെ കമ്പുകൾ വെട്ടിയൊരുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ പ്രൂൺ ചെയ്യുന്നത്, വെട്ടിയൊരുക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതുവഴിയായി കൂടുതൽ തഴച്ചു വളരാനും കൂടുതൽ കായ്കനികളും ഫലങ്ങളും പൂക്കളും ഉണ്ടാകാനും അതിടവരുത്തും എന്ന കാരണത്താലാണ് നമ്മൾ വെട്ടിയൊരുക്കുന്നത്. എല്ലാ മനുഷ്യ ജീവിതങ്ങളിലും ഈ വെട്ടിയൊരുക്കൽപ്പെടുകൽ എന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്രകാരം വെട്ടിയൊരുക്കപ്പെടുമ്പോഴാണ് ഞാനും നിങ്ങളും അല്പം കൂടെ മെച്ചപ്പെട്ട വ്യക്തികളായി മാറുന്നത്. അതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം
മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ഉപമ പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്. സഹോദരങ്ങളെ, എങ്ങനെയാണ് ക്രിസ്തു വിശ്വാസികൾ വെട്ടി ഒരുക്കപ്പെടേണ്ടത്? ശിഷ്യർ വചനത്താൽ വെട്ടി ഒരുക്കപ്പെടണമെന്ന് നമ്മുടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്, വചനം കൊണ്ടാണ് വെട്ടി ഒരുക്കപ്പെടേണ്ടത് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടല്ലേ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നത്: എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന ദൈവത്തിൻ്റെ വാക്കുകൾ, സഹോദരങ്ങളെ, നമ്മളൊക്കെ കടന്നു പോകേണ്ട ഈ വെട്ടിയൊരുക്കപ്പെടൽ എന്നുള്ള ഒരു പ്രോസസ്സിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വചനഭാഗമാണ്. ആ വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനും വായിക്കാനും സാധിക്കും. യോഹന്നാൻ 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ: എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നുള്ള ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മളെ എല്ലാവരെയും ദൈവവചനത്തിൽ വെട്ടിയൊരുക്കുകയും ശുദ്ധീകരിക്കുകയും അതുവഴി സ്വതന്ത്രരാക്കപ്പെടുകയും അതിനാൽ തന്നെ ഞാനും നിങ്ങളും സത്യത്തിലായിരിക്കുകയും ചെയ്യുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വചനം സ്വീകരിച്ച് നിരന്തരം ആ വചനത്തിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്ന എല്ലാവരും ശുദ്ധീകരണത്തിനു വേണ്ടി വചനത്താൽ കഴുകപ്പെടുന്നവരായി തീരണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുവഴിയായി നമ്മളിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? പാപം നമ്മെ വിട്ടുപോകുന്നു. പാപബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന മനോഹരമായ ഒരു വാക്യം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ആ വചനം ഇങ്ങനെയാണ്: നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനത്തിലാണ് നാം ഇപ്രകാരം വായിക്കുക: നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല. വ്യക്തമാണല്ലേ? ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിൽ മനുഷ്യരായി മാംസത്തോടുകൂടി അവതരിച്ചത് ഒരു പുരുഷനും സ്ത്രീയും വിവാഹമെന്ന കൂദാശയിലൂടെ പരസ്പരം ബന്ധിതരായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നമുക്ക് രൂപം ലഭിക്കുകയാ ഒരു മനുഷ്യ കുഞ്ഞായിട്ട്. ഇത് നമ്മുടെ ജീവൻ ഉദയം ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ജനനത്തേക്കാൾ ഒരു വീണ്ടും ജനനം നമുക്ക് ആവശ്യമാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വീണ്ടും ജനനം എന്ന് പറയുന്നത് കേവലം മനുഷ്യ ബീജത്തിൽ നിന്നല്ല, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക വീഴ്ചയിൽ നിന്നല്ല, ഗർഭധാരണത്തിലൂടെയല്ല, മറിച്ച് ദൈവവചനത്തിലൂടെ ഞാനും നിങ്ങളും വീണ്ടും ജനിക്കണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞിട്ട് വചനം കൂട്ടിച്ചേർക്കുകയാണ്, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്. നമുക്കറിയാമല്ലോ, പരിശുദ്ധ കന്യകാമറിയം കേവലം മനുഷ്യ ബീജത്താലല്ല യേശു കർത്താവിനെ ഗർഭധാരണം നടത്തിയത് എന്നും അത് അനശ്വരമായ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ മൂലമായിരുന്നു എന്നുമുള്ള കൃത്യതയോടുകൂള്ള ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം ഞാനും നിങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയും നശ്വരമായ ബീജത്തിൽ നിന്നുള്ള ജനനത്തേക്കാൾ അനശ്വരമായ ബീജത്തിൽ നിന്നുള്ള വീണ്ടും ജനനത്തെക്കുറിച്ചാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അത് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്നുള്ള നമ്മുടെ ഉത്ഭവത്തെ സൂചിപ്പിക്കാനാണ് എന്ന് പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനം
നമ്മളെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവചനവും ദൈവഹിതവും ഒന്നു തന്നെയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ദൈവവചനവും ദൈവഹിതം എന്നതും ഒന്നു തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവഹിതം എന്താണോ, ദൈവത്തിൻ്റെ മനസ്സെന്താണോ അത് വെളിപ്പെടുത്തി തരുന്നത് അവിടുത്തെ വചനങ്ങളിലൂടെയാണ് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ സാധാരണ വിവാഹം എന്ന കൂദാശയ്ക്ക് ഒരുക്കമായിട്ട് മനസ്സമ്മതം നടത്താറുണ്ടല്ലേ? ചിലയിടങ്ങളിലൊക്കെ ഒത്തുകല്യാണം എന്ന് വിളിക്കുന്ന, മനസ്സ് ചോദ്യം എന്നറിയപ്പെടുന്ന എൻഗേജ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്രകാരം നടത്തപ്പെടുന്ന ബിട്രോത്തൽ എന്നൊക്കെ വിളിക്കപ്പെടുന്ന വിവാഹം എന്ന കൂദാശയ്ക്ക് മുന്നോടിയായി എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു മനസ്സമ്മതത്തിൻ്റെ ചടങ്ങ് ദേവാലയങ്ങളിൽ നടത്തപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് മനസ്സറിയാൻ വേണ്ടിയിട്ടാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന, വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന യുവാവിൻ്റെയും യുവതിയുടെയും മനസ്സിലിരുപ്പ് എന്താണ്, ഈ യുവാവിനെ വിവാഹം കഴിക്കാൻ യുവതിയായ നിനക്ക് മനസ്സമ്മതമുണ്ടോ എന്നറിയാൻ, ഈ യുവതിയെ വിവാഹം കഴിക്കാൻ യുവാവായ നിനക്ക് സമ്മതമാണോ എന്നറിയാൻ തിരുസഭാ മാതാവ് നൽകുന്ന ഒരു അവസരമാണ് മനസ്സു ചോദ്യം അഥവാ മനസ്സമ്മതം, ഒത്തുകല്യാണം എന്നറിയപ്പെടുന്ന ചടങ്ങ്. പ്രിയപ്പെട്ടവരെ, അവിടെ മനസ്സ് പറയുകയാണ്. മനസ്സിലുള്ള കാര്യം എന്താണ് എന്ന് പുറത്ത് അറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയുമ്പോഴാണല്ലേ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിന്നെ എനിക്കറിയാം. നമ്മൾ പറയാറില്ലേ, നിന്നെ എനിക്ക് നന്നായി അറിയാം. ചിലരൊക്കെ പറയാറുണ്ട്. ഒരു മനുഷ്യന് മറ്റൊരാളെ എത്രമാത്രം അറിയാം എന്നതിനെക്കുറിച്ചൊക്കെ സൈക്കോളജിസ്റ്റ് പല രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. ഒരു മഞ്ഞുമലയുടെ 1/7 ഭാഗം മാത്രമേ മുകളിൽ വരുന്നുള്ളൂ, ബാക്കിയുള്ള 6 ഭാഗവും കടലിനടിയിലാണ്. അതുകൊണ്ടാണ് ടൈറ്റാനിക് എന്നു പേരുള്ള കപ്പൽ മഞ്ഞുമലയിൽ തട്ടി പൊട്ടിച്ചിതറാൻ ഇടയായത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളെ പഠിക്കുന്ന സൈക്കോളജിസ്റ്റ്, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, കൂടെ താമസിക്കുന്ന ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ ഏറ്റവും കൂടുതൽ അറിയാമെന്ന് അവകാശപ്പെടുന്ന ആർക്കും ഒരു മനുഷ്യനെ കേവലം അവൻ്റെ 1/7 മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ എന്നാ പറയുക. മനുഷ്യ മനസ്സിന് 3 തലങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്കോളജിയിൽ. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിലുള്ള, ബോധ മനസ്സിലുള്ള കാര്യങ്ങളെ മാത്രമേ കൃത്യമായി നമുക്ക് പരസ്പരം കൈമാറാനും അറിയാനും പറ്റുള്ളൂ, അതേ വാക്കുകളിലൂടെ പ്രതിഫലിപ്പിക്കാൻ പറ്റുള്ളൂ. What is there in your subconscious mind and what is there in your unconscious mind is a burial ground എന്നാണ് പറയുക. അതൊരു ശവക്കോട്ട പോലെയാണ്. അവിടെയുള്ള കാര്യങ്ങളെ എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലുമുള്ള കാര്യങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത്, വാക്കുകളിലൂടെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്നറിയാവോ? എനിക്ക് തന്നെയും എൻ്റെ ഉപബോധ മനസ്സിൻ്റെ മേൽ പൂർണ്ണമായ നിയന്ത്രണമില്ല. ഉപബോധ മനസ്സിൻ്റെ മേൽ പൂർണ്ണമായ നിയന്ത്രണമില്ലെങ്കിൽ അബോധ മനസ്സിൻ്റെ കാര്യം പറയാനുണ്ടോ? എനിക്ക് തന്നെ എന്നെക്കുറിച്ച് പൂർണ്ണമായി അറിയാൻ പറ്റിയല്ലെങ്കിൽ പിന്നെ നിനക്കെങ്ങനെയാ എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നേ? നമ്മളൊക്കെ ഒത്തിരിയേറെ വലിയ രഹസ്യങ്ങളുടെ കലവറകളാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ ഈ രഹസ്യ കലവറകളെ മറ്റുള്ളവർക്ക് നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ ഇടപെടലുകൾ വഴിയായി, നമ്മുടെ സംസാരങ്ങൾ വഴിയായി, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മനുഷ്യൻ്റെ ബോധ മനസ്സിലുള്ള, കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളെയാണ് വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. എനിക്ക് ഒരു സങ്കടമുണ്ടെന്ന് വിചാരിക്കുക. ദൈവകൃപയാൽ വലിയ സങ്കടമൊന്നും ഇല്ല കേട്ടോ.
പക്ഷെ മനസ്സിൽ സങ്കടമുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ അതിൻ്റെ മുഖഭാവങ്ങളിലൂടെ, എക്സ്പ്രഷൻസ് എന്ന് നമ്മൾ വിളിക്കും, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സങ്കടത്തെ കരച്ചിലായി, സങ്കടത്തെ ഏങ്ങലടിയായി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ വാക്കുകളിലൂടെ പറയാൻ തുടങ്ങും, എനിക്ക് വലിയ സങ്കടമുണ്ട് കേട്ടോ, ഇല്ലേ? നമ്മൾ പരാതികൾ പറയാൻ തുടങ്ങും, എൻ്റെ സങ്കടത്തിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ തുടങ്ങും. ഇങ്ങനെ വാക്കുകളിലൂടെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് സന്തോഷമായാലും ശരി, മനസ്സിൽ വലിയ സന്തോഷം. ആ സന്തോഷത്തെ നമ്മൾ മുഖത്തുള്ള പ്രസന്ന ഭാവത്തിലൂടെ, ചിരിയിലൂടെ നമ്മൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുമല്ലെങ്കിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും ഒക്കെ ഞാനിന്ന് വലിയ സന്തോഷവാനാണ് കേട്ടോ, ഞാൻ വളരെ ആനന്ദത്തിലാണ്, ഉന്മേഷവാനാണ് എന്നൊക്കെ വാക്കുകളിലൂടെ പറയും നമ്മൾ. ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർ നമ്മുടെ മനസ്സിലുള്ള കാര്യത്തെ തിരിച്ചറിയുന്നത്. അത് വാക്കുകളിലൂടെയാണ്. അതുകൊണ്ടാണ് ദൈവവചനവും ദൈവഹിതവും ഒന്നു തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ചിലരെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, മറച്ചു വെക്കാറുണ്ട് ചിലർ, ഇല്ലേ? മനസ്സിലുള്ള ഭാവത്തെ കാണിക്കാതെ വ്യത്യസ്തമായ ഒരു എക്സ്പ്രഷൻ കയ്യിൽ നിന്നിടുന്നവർ കണ്ടിട്ടില്ലേ നിങ്ങൾ? അകത്ത് പത്തിയും പുറത്ത് കത്തിയും എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളിലുള്ള ഭാവത്തെ പൂർണ്ണമായും എക്സ്പ്രസ് ചെയ്യാതെ, പ്രകടിപ്പിക്കാതെ മറ്റൊരു ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർ. ഈ അഭിനയിക്കുന്നവരെ കുറിച്ചൊക്കെ പറയാറില്ലേ? അത് സിനിമയാകട്ടെ, നാടകമാകട്ടെ, ഡാൻസുകളാകട്ടെ, മറ്റെന്ത് സ്റ്റേജ് പ്രോഗ്രാമുകളാകട്ടെ, നമ്മൾ അവിടെ ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന എക്സ്പ്രഷനാണ് കൊടുക്കുന്നത്, അല്ലേ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ അഭിനയിക്കുകയല്ല കേട്ടോ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, എൻ്റെ രീതികൾ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നത്. അതുകൊണ്ട് TV ചാനലിന് മുമ്പിലാണെന്ന് കരുതി ഞാൻ അഭിനയിക്കുകയല്ല, മറിച്ച് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇങ്ങനെയാണ്. അത് സെമിനാരിയിൽ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും സ്കൂളിലോ കോളേജിലോ ഒക്കെ ക്ലാസ്സുകൾ എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിക്കാറ്. അത് ക്യാമറയുടെ മുന്നിലാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിലും കൊള്ളാം, ഞാൻ ഇങ്ങനെയാണ്. നമ്മൾ എന്താണോ അത് അപ്രകാരം തന്നെ വെളിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ വാക്കുകളിലൂടെയാണ്, നമ്മുടെ എക്സ്പ്രഷനുകളിലൂടെയാണ്. അതിനാൽ ദൈവത്തിൻ്റെ ഹിതമാണല്ലോ തൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മെ അറിയിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയും വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തി തരുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിനെ പരിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ, സീക്രട്ട് സ്ക്രിപ്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ മനസ്സാണ്. പ്രിയപ്പെട്ടവരെ, എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ ബൈബിൾ, നമ്മുടെയൊക്കെ കൈകളിൽ, വീടുകളിൽ ബൈബിൾ ഉണ്ടല്ലോ, ഇല്ലേ? ഇത് നോക്കിയേ, ഈ ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സാണ്. വാക്കുകളിലൂടെ, ദൈവവചനത്തിലൂടെ അവൻ്റെ മനസ്സ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അത് പല വ്യക്തികളിലൂടെയാണെന്ന് മാത്രമേ ഉള്ളൂ. മത്തായിയിലൂടെ വെളിപ്പെടുന്നുണ്ട് കർത്താവിൻ്റെ മനസ്സ്, ലൂക്കായിലൂടെയും മർക്കോസിലൂടെയും യോഹന്നാനിലൂടെയും വെളിപ്പെടുന്നുണ്ട്. അത് പൗലോസിലൂടെയും പത്രോസിലൂടെയും വെളിപ്പെടുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി ഗ്രന്ഥം മുതൽ നോക്കിയാൽ പലരിലൂടെയും ദൈവപിതാവിൻ്റെ മനസ്സ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. ദൈവത്തിൻ്റെ മനസ്സിനെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വചനങ്ങളുടെ ശേഖരമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ബൈബിളിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ളത്. ഇത് കേവലം ഒരു ഗ്രന്ഥമല്ല കേട്ടോ, ഇറ്റ്സ് എ ലൈബ്രറി എന്ന് പറയാറുണ്ട്. കാരണം കത്തോലിക്ക ബൈബിൾ എന്ന് പറയുന്നത് 73 പുസ്തകങ്ങളുടെ ഒരു ശേഖരമാണ്, എ കളക്ഷൻ ഓഫ് ബുക്സ്. അതിനാണ് ലൈബ്രറി എന്ന് വിളിക്കുന്നത് നമ്മൾ. ഇതൊരു ലൈബ്രറിയാണ്. ഒപ്പം ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് വെളിപ്പെടുത്തുന്ന ദൈവവചനത്തിൻ്റെ ശേഖരമാണിത്. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ വചനം വായിക്കുക എന്നുള്ളതാണ് എളുപ്പ വഴി എന്ന് പറയുക. കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെയും മറ്റും ദൈവത്തിൻ്റെ വചനത്തെ മറ്റുള്ളവർക്ക് വേണ്ടി വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ വലിയ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റ് ധ്യാന രീതികളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ വചനമെന്ന് പറയുന്ന ബൈബിൾ ഇപ്രകാരം വാക്കുകളാക്കി പ്രിൻ്റ് ചെയ്ത്
അക്ഷരങ്ങളിലൂടെ പുസ്തക രൂപത്തിൽ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിലും പ്രിയ സഹോദരങ്ങളെ അഭിമാനത്തോടുകൂടെ പറയട്ടെ, ഞങ്ങളുടെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്ക് വേണ്ടിയിട്ട് ബൈബിളുകൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യകാലം മുതൽ ഇപ്രകാരം ബൈബിൾ പ്രിൻ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഡിവൈൻ പ്രിൻറ്റേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ് വഴി ആയിട്ടാണ്. അതുവഴിയായി ദൈവത്തിൻ്റെ വചനം ഒത്തിരിയേറെ പേർക്ക് വീടുകളിലേക്ക് കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കത്തോലിക്ക തിരുസഭയിലെ സീറോ മലബാർ സഭയിലെ വിൻസെൻഷ്യൻ സഭ വഴിയായി ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ ഞങ്ങൾ ആദ്യകാലം മുതൽ പരിശ്രമിച്ചിട്ടുണ്ട്. അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വലിയ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ പറയട്ടെ. ഞങ്ങളുടെ വിൻസെൻഷ്യൻ സഭയുടെ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടിയിട്ട് ഇടവകകളിലൂടെ ഞങ്ങളുടെ അച്ഛന്മാർ കയറിയിറങ്ങുമ്പോൾ തലച്ചുമടുകളായി ബൈബിളും അതുപോലെ തന്നെ വചനോത്സവം എന്നുള്ള മാഗസിനും ഒക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. ഇതെല്ലാ വീടുകളിലും എല്ലാ വ്യക്തികളിലേക്കും ദൈവത്തിൻ്റെ വചനം എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ബൈബിള് മറ്റുള്ളവർക്ക് വേണ്ടി പല ഭാഷകളിലായി പ്രിൻ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ഇവിടെ സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും പ്രിയ സഹോദരങ്ങളെ, ദൈവഹിതം സ്വീകരിച്ചുകൊണ്ട് അനുദിനം ജീവിക്കുന്ന ജീവിതമാണ് വചന അധിഷ്ഠിത ജീവിതം എന്ന് പറയുക. ഞാനും നിങ്ങളുമൊക്കെ വചനാധിഷ്ഠിത ജീവിതം നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. എങ്ങനെയാണ് വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുക? ദൈവവചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ജീവിത രീതികളെ, നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ വിചാരങ്ങളെ ക്രമപ്പെടുത്തുമ്പോഴാണ് ഞാനും നിങ്ങളും വചന അധിഷ്ഠിത ജീവിതം നയിക്കുന്നവരായി മാറുക. അങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുമെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാനും നിങ്ങളും ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഇപ്രകാരം വിശുദ്ധീകരിക്കപ്പെടുന്ന ജീവിതങ്ങൾ നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്കുള്ള നമ്മുടെ വിളിയെ സ്വീകരിക്കാനും മനസ്സിലാക്കാനും ഏറ്റെടുക്കാനും വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനുള്ള പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുക. അതുവഴിയായി ദൈവഹിതം ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും നേരം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 6 വരെയുള്ള ആദ്യ വാക്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ അന്യാപദേശം അഥവാ ഉപമയുടെ വിശദീകരണമാണ് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ അന്യാപദേശത്തിൻ്റെ വിശദീകരണമാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കുന്നത്. മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഈ വചനഭാഗത്ത് വിശദമായി മനസ്സിലാക്കുകയാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അന്യാപദേശത്തിൻ്റെ വിശദീകരണം എന്ന ടൈറ്റിലിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും അന്യാപദേശത്തിലൂടെ താൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പിന്നീടുള്ള വാക്യങ്ങളിൽ ഈശോ വ്യക്തമാക്കുന്നുണ്ട്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 15-ാം അധ്യായത്തിലൂടെ യോഹന്നാൻ സുവിശേഷകൻ യേശു കർത്താവിൻ്റെ വാക്കുകളായി മുന്തിരിച്ചെടിയെക്കുറിച്ചും ശാഖയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളുടെ വിശദീകരണമാണ് 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. പ്രധാനമായും നോക്കിക്കേ, 4 കാര്യങ്ങളാണ് അവിടുന്ന് വിശദീകരിച്ച് നമുക്ക് നൽകുന്നത്. 4 കാര്യങ്ങൾ. എന്തൊക്കെയാണവ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഈ വചനഭാഗത്തെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സമാന പ്രസ്താവനകൾ ഉൾക്കൊള്ളുന്ന കേന്ദ്രീകൃത ഘടനയിലുള്ള ഒരു രചനാശൈലിയാണ് സുവിശേഷകനായ യോഹന്നാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, ഒരു ഇംഗ്ലീഷ് വാക്ക് ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. കോൺസെൻട്രിക് എന്നാണ് ആ വാക്ക്.
കോൺസെൻട്രിക്. മലയാളത്തിൽ അതിനെ ഏക കേന്ദ്രീകൃത ഘടന എന്ന് വിളിക്കും. എന്താണ് ഈ ഏക കേന്ദ്രീകൃത ഘടന അഥവാ കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ? ഇത് ആദ്യം പറയുന്ന വാക്യവും അവസാനം പറയുന്ന വാക്യവും തമ്മിലുള്ള സാദൃശ്യത്തിൽ നിന്നും നമ്മൾ അതിൻ്റെ കൺക്ലൂഷനായി നടുവിൽ പറയുന്ന വാക്യത്തിലേക്ക് എത്താണ്. ഏക ഘടനാരൂപത്തിലേക്ക്, കേന്ദ്രീകൃത രൂപത്തിലേക്കുള്ള ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വചനഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കോൺസെൻട്രിക് എന്ന ഏകകേന്ദ്രീകൃത ഘടനയിലുള്ള ദൈവവചനത്തിൻ്റെ വ്യാഖ്യാന ശൈലിയെ പ്രിയപ്പെട്ടവരെ മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഉപമയും അതിൻ്റെ വിശദീകരണവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് ക്രിസ്തുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന ഏകകേന്ദ്രീകൃതമായ വചനഭാഗമായി ബൈബിൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും യേശുനാമത്തിൽ ശുഭവന്ദനം.